ഹലോ ഗൈസ്, അപ്പൊ ഞാൻ കെട്ടിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അങ്ങോട്ട് പോരുതെന്ന് വിചാരിച്ച സ്ഥലത്തേക്കാണ്. അമ്മയും അനിയനും ഉണ്ടായിരുന്നു. നടന്ന് പകുതി വഴി എത്തിയപ്പോ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഓട്ടോ ആണെങ്കിൽ പാലക്കാട്ടേക്കായിരുന്നു. ബസ് ചാർജ് കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആളുടെ വണ്ടിയിലാണ് നമ്മൾ പാലക്കാട് വരെ പോയിട്ടുണ്ടായിരുന്നത്. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ഇനി ജാതകം മാത്രം ചോദിക്കാണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ എത്തി നല്ലൊരു കോഫി കുടിച്ച് നേരെ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ബസ്സിന് പോകാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പൊ ബസ്സിന് പോകാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ ഇറങ്ങിയപ്പോ ഇതാ വരുന്നു ഒരാൾ. ആരാണ് എന്താണെന്ന് അറിയില്ല ഗൈസ്. അവന്റെ സ്നേഹം. കുറെ ആളുകൾ മനുഷ്യന്മാരുടെ സ്നേഹത്തിനായിട്ട് യാചിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവരെയൊന്നും അറിഞ്ഞ് ഇവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി അതൊന്നും ഒന്നുമല്ല നമുക്ക് മനസ്സിലാവും കേട്ടോ. മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ആ ഒരു കുറവ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു ഐറ്റിസിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട അമ്മനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2 ഡോക്ടറെ കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി ശ്വേത ഡോക്ടർ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ക്യാരക്ടറാണ്. അത് ഞാൻ സെക്കൻഡ് റൗണ്ട് ഒരു കോഫി കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയിൽ അമ്മ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്പറായിരുന്നു കേട്ടോ. ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവള് ഭാഗ്യശാലിയാവട്ടെ. 4 മണി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ പോയി കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിന്റെ പൊന്നൂസം കണ്ടപ്പോൾ വല്ലാത്ത ആശ്വാസം.